ഇന്റർനാഷണൽ എക്കണോമിക്സിലെ ഒരു ടോപ്പിക് ആയിട്ടുള്ള ന്യൂ തിയറീസ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് ആണ് നോക്കുന്നത്. അതിലെ ഒന്നാമത്തെ തിയറിയാണ് ക്രാവിസ് തിയറി ഓഫ് അവൈലബിലിറ്റി. 1956 IB ക്രാവിസ് എന്ന് പറയുന്ന അമേരിക്കൻ എക്കണോമിസ്റ്റാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ഹി ക്വസ്റ്റ്യൻഡ് അസംഷൻസ് ഓഫ് ദി ക്ലാസിക്കൽ തിയറി ദാറ്റ് ടെക്നോളജി വാസ് ദി സെയിം ഇൻ ഓൾ ട്രേഡിംഗ് കൺട്രീസ്. ക്ലാസിക്കൽ എക്കണോമിസ്റ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട അസംഷൻസ് ആയിരുന്നു ഇന്റർനാഷണൽ ട്രേഡിൽ ടെക്നോളജി സെയിം ആയിരിക്കും എന്നുള്ളത്. അദ്ദേഹം ഈ ഒരു അസംഷനെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണുണ്ടായത്. ക്രാവിസിന്റെ അഭിപ്രായത്തിൽ ട്രേഡ് ഡിറ്റർമൈൻ ചെയ്യുന്നത് അവൈലബിലിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. അവൈലബിലിറ്റി മീൻസ് ആൻ ഇലാസ്റ്റിക് സപ്ലൈ. ചില രാജ്യങ്ങളിൽ ചില സാധനങ്ങൾ കൂടുതലായിട്ട് കിട്ടും, എന്നാൽ വേറെ ചില രാജ്യങ്ങളിൽ ഈ സാധനങ്ങൾ തന്നെ വളരെ കുറവായിരിക്കും. അങ്ങനെയുള്ള ഈ അവൈലബിലിറ്റി എന്ന് പറയുന്ന ഇഷ്യൂ ആണ് ഇന്റർനാഷണൽ ട്രേഡിലേക്ക് നയിക്കുന്നതെന്നാണ് ക്രാവിസ് പറയുന്നത്. ഇതിന് 2 റീസൺസ് ആണുള്ളത്. ഒന്നാമത്തേത്, എ കൺട്രി വിൽ ഇമ്പോർട്ട് ദോസ് ഗുഡ്സസ് വിച്ച് ആർ നോട്ട് അവൈലബിൾ ഇൻ ദി ആബ്സലൂട്ട് സെൻസ്. ഒരു രാജ്യത്ത് കൂടുതലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള സാധനം മറ്റു രാജ്യത്ത് ഉണ്ടായിരുന്നു വരില്ല. രണ്ടാമത്തെ, എക്സ്പോർട്ട് ദോസ് ഗുഡ്സസ് വിച്ച് ആർ അവൈലബിൾ ഇൻ ക്വാണ്ടിറ്റീസ് ഗ്രേറ്റർ ദാൻ ദി ഡൊമസ്റ്റിക് ഡിമാൻഡ്. ചില ഗുഡ്സസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഡൊമസ്റ്റിക് കൺട്രീനേക്കാളും ഡിമാൻഡ് ഫോറിൻ കൺട്രിയിലായിരിക്കും. എന്നാൽ ഫോറിൻ കൺട്രിയിൽ ഇതങ്ങനെ അവൈലബിലിറ്റി എന്ന് പറയുന്നത് ഭയങ്കര ലിമിറ്റഡ് ആയിരിക്കും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഗുഡ്സസ് കയറ്റുമതി ചെയ്തുകൊണ്ട് കൂടുതൽ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. കാർവിസിന്റെ അഭിപ്രായത്തിൽ പ്രധാനമായിട്ട് 4 ഫാക്ടേഴ്സ് ആണ് അവൈലബിലിറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഒന്നാമത്തെ നാച്ചുറൽ റിസോഴ്സസ്, രണ്ടാമത്തെ ടെക്നോളജിക്കൽ ചേഞ്ചസ്, 3 പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ, 4 ഗവൺമെന്റ് പോളിസീസ്. ദി അവൈലബിലിറ്റി ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ദാറ്റ് ഡിറ്റർമൈൻസ് ദി ട്രേഡ് പാറ്റേൺ ഓഫ് കൺട്രി. ഒരു രാജ്യത്ത് ലഭ്യമായിരിക്കുന്ന നാച്ചുറൽ റിസോഴ്സസിന്റെ അളവാണ് അവിടുത്തെ ട്രേഡ് പാറ്റേണെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ടെക്നോളജിക്കൽ നോളജ് പൊസസ്ഡ് ബൈ എ കൺട്രി ഫോർ പ്രൊഡ്യൂസിങ് എ പർട്ടിക്കുലർ കമ്മോഡിറ്റി വിച്ച് എക്സ്പോർട്സ്. ടെക്നോളജിക്കൽ നോളജ് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണെങ്കിൽ അവിടെ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയും കൂടാതെ എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. Product differentiation which confers temporary monopoly of production on the innovation country so that it able export its commodity until the ഇമ്പോർട്ടിംഗ് കൺട്രി. പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷന് എക്സ്പോർട്ട് ചെയ്യുന്ന കൺട്രിയെ സംബന്ധിച്ച് ഒരു ടെമ്പററി മൊണോപ്പൊളി പവർ അവർക്ക് നേടിക്കൊടുക്കുന്നുണ്ട്. ഇനി ഇമ്പോർട്ട് ചെയ്യുന്ന കൺട്രി ഇത് ഇമിറ്റേറ്റ് ചെയ്യുന്നത് വരെ ഈ ഒരു ഇന്നോവേഷൻ ഇമിറ്റേറ്റ് ചെയ്യുന്ന വരെ അവർക്ക് ഈ ഒരു മൊണോപ്പൊളി പവർ കിട്ടും. അത് കഴിയുമ്പോഴത്തേക്കും അവർ ഈ മൊണോപ്പൊളി പവർ പോവുകയും ചെയ്യും. ഗവൺമെന്റ് പോളിസീസ് ആർ നെഗറ്റീവ്ലി ഇൻഫ്ലുവൻസിങ് ഇൻ ട്രേഡ്. ഉദാഹരണത്തിന് താരിഫ് പോളിസീസ്, ട്രാൻസ്പോർട്ട് കോസ്റ്റസ്. ക്രാവിസ് പബ്ലിഷ്ഡ് എ പേപ്പർ അവൈലബിലിറ്റി ആൻഡ് അതർ ഇൻഫ്ലുവൻസസ് ഓൺ ദി കമ്മോഡിറ്റി കോമ്പോസിഷൻ ഓഫ് ട്രേഡ്. 4 കൺട്രീസ് ആണുള്ളത്: അമേരിക്ക, ബ്രിട്ടൻ, കാനഡ, ഡെൻമാർക്ക്. ഇനി 2 തരത്തിലുള്ള ഗുഡ്സ് ആണ് പറയുന്നത്: ഫുഡ് ഗ്രെയിൻസും അതേപോലെ തന്നെ മാനുഫാക്ചർഡ് ഗുഡ്സസും. ഇതിൽ ഫുഡ് ഗ്രെയിൻസിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാൻഡ് ആണ് ക്യാപിറ്റലായിട്ട് വേണ്ടി വരുന്നത്. ഇനി മാനുഫാക്ചേഴ്സിനാണെങ്കിൽ ടെക്നോളജിക്കൽ നോളജ് ആണ് കൂടുതലായിട്ട് വേണ്ടത്. കൺട്രി എ, ബി ആൻഡ് സി കൂടുതലായിട്ടും ലാൻഡിലായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. കൺട്രി ബി, സി ആൻഡ് ഡി കൂടുതലായിട്ടും ടെക്നോളജിക്കൽ നോളജിലുമായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇനി കൺട്രി എ പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും ഫുഡ് ഗ്രെയിൻസ് ആയിരിക്കും. കൺട്രി ഡിയോ മാനുഫാക്ചേർഡ് ഗുഡ്സസ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബിയിലും സിയിലും ഇവ രണ്ടും അവൈലബിൾ ആണ്. അതുകൊണ്ട് ഈ 2 ഗുഡ്സും ഇത് പ്രൊഡ്യൂസ് ചെയ്യും. മാർജിനൽ റേറ്റ് ഓഫ് ട്രാൻസ്ഫർമേഷൻ ബിറ്റ്വീൻ ദി ഗുഡ് എഫ് ആൻഡ് എം ഈസ് കോൺസ്റ്റന്റ് ഇൻ ബോത്ത് കൺട്രീസ് ബി ആൻഡ് സി. ഇവിടെ ബിയിൽ നോക്കുകയാണെങ്കിൽ 5 എഫും അതുപോലെ തന്നെ 1 എമ്മും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇനി സിയിൽ 3 എഫും അതുപോലെ തന്നെ 1 എമ്മും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ 2 ഗുഡ്സിന്റെ ഇക്വിലിബ്രിയം പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്തായിരിക്കും? വേൾഡ് ഡിമാൻഡും അതേപോലെ തന്നെ പ്രൊഡക്ഷൻ പോസിബിലിറ്റീസും ആണ്. ബേസ്ഡ് ഓൺ ദി അവൈലബിലിറ്റി തിയറി, കൺട്രി എ വിൽ ബി എക്സ്പോർട്ടഡ് ഗുഡ് എഫ്, കൺട്രി ഡി വിൽ ബി എക്സ്പോർട്ടഡ് ഗുഡ് എം. ഇക്വിലിബ്രിയം പ്രൈസ് റേഷ്യോ ഗവേൺസ് ട്രേഡ് പാറ്റേൺ ഓഫ് കൺട്രീസ് ബി ആൻഡ് സി. ഇനി പ്രൈസ് റേഷ്യോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 എമ്മിന് 3 എഫിൽ കുറവാണെങ്കിൽ അവർ രണ്ടുപേരും എന്ത് ചെയ്യും? എഫ് കയറ്റുമതി ചെയ്യും. അതേപോലെ തന്നെ 1 എമ്മിന് 5 എഫിനേക്കാൾ കൂടുതലാണെങ്കിൽ അവർ എം കയറ്റുമതി ചെയ്യും. ഇനി പ്രൈസ് റേഷ്യോ ആണെങ്കിൽ 1 എമ്മിന് 4 എഫ് ആയിട്ട് നമ്മൾ ഒന്ന് റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ബി എന്ത് ചെയ്യും? എഫ് കയറ്റുമതി ചെയ്യുകയും സി എം കയറ്റുമതി ചെയ്യുകയും ചെയ്യും. ഇങ്ങനെയാണ് അവൈലബിലിറ്റി തിയറി പോകുന്നത്.